once again welcome back to our channel. It's me Nadra. കൂട്ടുകാരെ, എന്നത്തെയും പോലെ ഇന്നും ഒരു ഉച്ച മുക്കാലായപ്പോഴാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ നാട്ടിലെ പോലെ പെട്ടെന്ന് ഓടി ഇറങ്ങി വണ്ടിയൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. എനിക്കിവിടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ വേറൊരു വഴിയില്ല. അപ്പം ഇന്ന് എൻ്റെ സുഹൃത്ത് വന്നപ്പോഴേക്കും 5:30 മണിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റിവർ ലാൻഡാണ് കേട്ടോ. ഷേഖ് സൈദ് റോഡിലുള്ള ദുബായിലുള്ള റിവർ ലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഏകദേശം 6-6:30 ആവാനായിട്ടോ. ലേക്ക് പോകുന്നതിന് മുമ്പ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളിതാ റിവർ ലാൻഡ് എത്തി. റിവർ ലാൻഡിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 15 ദിർഹമാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതിലൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ ആ 15 ദിർഹത്തിന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫുഡ് വാങ്ങി കഴിക്കാൻ പറ്റുമോ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ ഏതായാലും ഒരു തീം പാർക്ക്, റെസ്റ്റോറൻറ്റ്, അതുപോലെ ഇതൊക്കെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ റിവർ ലാൻഡ് എന്ന് പറയുന്നത്. ഫാമിലിക്കൊക്കെ ഒരു വീക്കെൻഡ് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ അധികം കണ്ടത് നമ്മളുടെ അറബ്സിന്, അതുപോലെ എന്താ പറയുക, പുറത്തുള്ള ആൾക്കാരെ മാത്രമേ കണ്ടു. നമ്മളുടെ ആൾക്കാരെ അങ്ങനെ അധികം കണ്ടില്ല. പക്ഷെ ഒരു അടിപൊളി, എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിന് വന്നിട്ട് കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ റിവർ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് യാദൃശ്ചികമായി കുറച്ച് ഫോട്ടോസ് എൻ്റെ സുഹൃത്തിന്റെ മൊബൈലിൽ കാണാനുണ്ടായി. ഞാനപ്പോൾ ഒരു യൂറോപ്യൻ ഒരു ഇതാ ചേച്ചി ഇത് എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെയുള്ള കാര്യം പറയുന്നത്. അതായത് യൂറോപ്യൻ കൾച്ചറിലുള്ള ഒരു ബിൽഡ് ചെയ്ത ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ വേറെ ലെവലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ റിവർ ലാൻഡിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈവനിങ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് റിവർ ലാൻഡിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. നമ്മളുടെ വീഡിയോസ് കാണുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഏകദേശം ഇരുട്ടായി തുടങ്ങി, ലൈറ്റുകളൊക്കെ തെളിഞ്ഞു. അപ്പൊ ഞാൻ ഈ പാലത്തിലൂടെയൊക്കെ അങ്ങനെ നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യായിരുന്നു. അപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, മനോഹരമായ ശബ്ദത്തിൽ ബാങ്ക്, ഭയങ്കര ഈണത്തിൽ ഇവിടുത്തെ ബാങ്ക് വിളി. പക്ഷെ എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഓരോ ഭാഗങ്ങളും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നേരെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ എൻ്റെ വേറൊരു ലോകത്തിലേക്ക് പോകുന്ന പോലെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ തന്നെ അല്ലേ, ഞാനൊരു സ്വപ്ന ലോകത്തിലേക്കാണോ പോകുന്നതെന്ന് പോലും ചിന്തിച്ചു പോയി ഗൈസ്. സത്യമായിട്ട് പറയാണ്, അതിശയോക്തി പറയല്ല, സത്യത്തിൽ നോക്കും, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. നമ്മൾ ശരിക്കും ഈ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, ശരിക്കും ഞാൻ ദുബായിലല്ലേ ഇത് അങ്ങനെ ചിന്തിച്ചു പോയി ഗൈസ്. അത്ര രസമായിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റും ഈ എന്താ പറയാ, സന്ധ്യയോടടുക്കുന്ന സമയവും ലൈറ്റിന്റെ എന്താ പറയാ പ്രതിച്ഛായ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു ഇതൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞ ഒരു സ്വപ്ന ലോകത്തിൽ എത്തിപ്പെട്ട പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ഇവിടെ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല ദാസ എന്ന് ചിന്തിച്ചു പോയി ഗൈസ്.
സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളുടെ നോട്ട്ബുക്കിന്റെ പേജുകളിലെ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇങ്ങനത്തെ ബിൽഡിങ്ങുകളാവില്ലേ അത്? അതുപോലെ തന്നെ കലണ്ടറുകളില് ചിത്രകഥാപുസ്തകങ്ങളിലൊക്കെ കണ്ട ഒരു ലോകത്തേക്ക് വന്നതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ബിൽഡിങ്ങും ഓരോരോ കെട്ടിടങ്ങളും എങ്ങനെ പറയാ അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ട്, പക്ഷെ ആ ഒരേ ഒരു ശൈലിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒരു ബിൽഡിംഗ് ഡിസൈനാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് സംഭവം ജസ്റ്റ് ഒന്ന് കാണാനുള്ളത്. ഇതിന്റെ ഉള്ളിലൊന്നും ചില കെട്ടിടങ്ങളുടെ ഉള്ളിലൊന്നും തന്നെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. വെറുതെ ഇങ്ങനെ അതിന്റെ ഒരു മാതൃകയായിട്ട് കെട്ടിയിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിലൊന്നും ഒന്നുമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ സുവനീർ ഷോപ്പുകളെ പോലെ ചില കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇനി പകൽ സമയത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മള് പാരീസിലോ മറ്റോ എവിടെയോ വായിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ എന്തോ ലവേഴ്സ് ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ എന്താ പറയാ പൂട്ടിങ്ങനെ എന്തോ അവരുടെ സ്നേഹത്തിന്റെ ചിഹ്നമായിട്ട് ഇട്ടിട്ട് പോകുന്നുള്ളത്, ലോക്ക് ചെയ്തിട്ട് ആ കീ വെള്ളത്തിലേക്ക് എറിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു മാതൃകയും ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. സംഭവം എനിക്ക് ആദ്യം തന്നെ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ചാവിയും പൂട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിന്റെ പേരുകളും അതിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ എത്ര കണ്ടിട്ടും സത്യം പറഞ്ഞാൽ ഓരോ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുണ്ട് കേട്ടോ. ഒരു ഏരിയ ആണിത്. എങ്ങനെ നമ്മൾ ഏത് വശത്തേക്ക് ചെന്നാലും ഓരോ ഫ്രെയിമിലും ഭയങ്കര രസമായിട്ടുള്ള ഒരു, നമ്മള് ചെറുപ്പത്തിലൊക്കെ ചിത്രകഥാ പുസ്തകങ്ങളിൽ ചില ഫ്രഞ്ച് രാജകുമാരിമാരുടെ കഥകളൊക്കെ വായിക്കാറില്ലേ, അവരിങ്ങനെ നടക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക്. പക്ഷെ ആ ഒരു അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന പോലെ ഒരു സിൻഡ്രല്ല ടൈപ്പ് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഈ പാലത്തിലൂടെ നടക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും. അങ്ങനെ ഞാൻ പല പല ചിന്തകളിൽ മുഴുകി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം രാത്രി 7 മണി 7:30 മണി ആകാനായിട്ടോ. നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ പിള്ളേർക്കൊന്നും അതിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. അവര് കളിച്ചിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അപ്പൊ ഇപ്രാവശ്യം മഴ ഇന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ മഴ തുള്ളിയിടുന്നുണ്ടായിരുന്നു. മഴ പെയ്യരുതേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്റെ നടത്തം. അങ്ങനെ നടന്ന് ഞാനൊരു വശത്തെത്തിയപ്പോഴാണ് ഗായ്സ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് കേട്ടോ. അപ്പോൾ ജുറാസിക് പാർക്കിലേക്കാണോ ഞാൻ നടന്നെത്തിയത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒറിജിനാലിറ്റിയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്. കുട്ടികളൊക്കെ ആകെ ബഹളമായിരുന്നു അതിനെ തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്.
സോ ഗൈസ് ഭയങ്കര തണുപ്പാണ്. നമ്മളിതാ റിവർലാൻഡ് കാണാൻ വന്നു. എനിക്ക് അവിടുത്തെ കൺസ്ട്രക്ഷൻ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് പിക്ക് കണ്ടപ്പം ചാടി പുറപ്പെട്ട് വന്നത്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.